ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് കാണാൻ പോകുന്നത്. കണ്ടല്ലോ എവിടെയാണെന്നുള്ളത്? ഈശ യോഗ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മുടെ ഈ ആദിയോഗി ശീലമുള്ള ഈശ യോഗയെ കുറിച്ചിട്ട്. ഇത് കോയമ്പത്തൂരാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. കോവിഡ് കാലം ആയതുകൊണ്ട് കുറേ നാളായിട്ട് എങ്ങും പോവാതിരിക്കുകയായിരുന്നു. എല്ലാവരും ബോറടിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. കോയമ്പത്തൂരാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ്, ഒരു 1 ഡേ ട്രിപ്പ് എന്നുള്ള നിലയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഹസ്ബൻഡ്, കുട്ടി, അതുപോലെ ചേട്ടൻ, ചേട്ടത്തിയമ്മ, അവരുടെ കുട്ടികൾ, അമ്മ, എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾ പോയത്. കുട്ടികളൊക്കെ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. കുറേ നാൾ കൂടിയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങല്ലേ, അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റേഴ്സിലാണ് നമ്മുടെ ഈശ യോഗ സെൻറ്റർ ഉള്ളത്. അപ്പം ഞങ്ങൾ ഒരു 12 മണിയൊക്കെ ആവാറായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ലഞ്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടല്ല ഇറങ്ങിയത്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അവിടേക്ക് പോകുന്ന വഴിയൊക്കെ. അപ്പോൾ അവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി, അമ്മയുടെ സ്പെഷ്യൽ ഡിഷാണത്. കൂടെ ഓണിയൻ റൈത്തയും കുറച്ച് കപ്പ പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് കഴിക്കാനായിട്ട് നല്ല വിശാലമായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം എത്തിയപ്പോൾ അവിടെ വണ്ടി ഒതുക്കിയിട്ട് അവിടെ ഇരുന്നാണ് കഴിച്ചത്. ഈശായോഗയിലേക്ക് അടുക്കുന്തോറും സ്ഥലത്തിന്റെ ഭംഗി കൂടി കൂടി വരണ പോലെ നമുക്ക് തോന്നും. നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ്. മലകളാൽ ചുറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഈശായോഗ. അപ്പോൾ അവിടേക്ക് പോണ വഴിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയത്. അതുപോലെ ഈശയെന്ന് വളരെ അടുത്ത് തന്നെയാണ്. അത് ഈശയെന്ന് ഒരു 10 മിനിറ്റ് കൂടി പോകാനുള്ളതേ ഉള്ളൂ. കോവൈ കുട്രാലം വാട്ടർഫാൾസ്. ഇതേ നമുക്ക് പോണ വഴിക്ക് ഇതുപോലെ ഒരു ലൈൻ പോലെ നമുക്കത് കാണാൻ പറ്റും. നമ്മൾ ഈശയെ ചെന്നാലും ഇതുപോലെ തന്നെ നമുക്കത് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ എത്തണതിന് തൊട്ട് മുന്നേ ആയിട്ടൊരു ഫാം ഹൗസ് ഉണ്ടെന്ന് കേട്ടു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ആ വഴി ഒന്ന് വെറുതെ ഒന്ന് കടന്നുപോയി. അത് സൂപ്പർ വ്യൂ ആണ് ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 സൈഡിലായിട്ട്, ഒരു സൈഡിൽ പന, അതുപോലെ ഒരു സൈഡിൽ തെങ്ങും തോപ്പായിട്ട് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ജസ്റ്റ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ വഴി കൂടെ ഒന്ന് കടന്നുപോയി. അത് ഈശ എത്തുന്നതിന് ഒരു 5 മിനിറ്റ് ഒക്കെ മുന്നെയാണ് ഈ പറഞ്ഞ ഫാം ഹൗസ് ഉള്ളത്. കണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആണ്. അവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് മുന്നിലേക്ക് പോകുമ്പോൾ തന്നെ ആദിയോഗി എൻട്രൻസ് എത്തും. ഇത് ആദിയോഗി എൻട്രൻസ് ആണ്. ഈശായോഗയുടെ എൻട്രൻസ് കുറച്ചും കൂടി മുന്നിലേക്ക് പോവാണ് വേണ്ടത്. നമുക്ക് ആദിയോഗിയാണ് ഡയറക്റ്റ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഈ എൻട്രൻസിൽ കൂടെ നമുക്ക് ഉള്ളിലേക്ക് കയറാവുന്നതാണ്.
ആ എൻട്രൻസിൽ കൂടെ നമ്മൾ കടന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വലിയ സ്റ്റാച്ചു ഉണ്ട്. അത്യാവശ്യം വലിയൊരു സ്റ്റാച്ചു തന്നെയാണത്. വളരെ ശാന്തമായിട്ടുള്ള ഒരു വ്യൂ ആണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആദിയോഗി ശില വിസിബിൾ ആയിരിക്കും. അവിടെ തന്നെയാണ് പാർക്കിംഗ് ഉള്ളത്. ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ഉള്ളിലേക്ക് കയറി. സദ്ഗുരു ജഗ്ഗി വാസുദേവ അദ്ദേഹം ഡിസൈൻ ചെയ്തതാണ് ഈ ആദിയോഗി ശില. 112 ഫീറ്റ് ആണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് വേൾഡ് റെക്കോർഡ്സിലൊക്കെ ഉള്ളതാണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിലൊക്കെ. 2017 ഇത് നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ആദിയോഗി ശിലയിൽ കുറച്ചധികം ദൂരം ഉള്ളിലേക്ക് നടന്നാലാണ് നമുക്ക് ഈശായോഗ സെന്ററിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അത്രയും ദൂരം നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കാളവണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റും. ഒരുപാട് കാളവണ്ടികൾ അവിടെ നിന്ന് പിക്കപ്പ് ചെയ്ത് നമ്മുടെ ഈശായോഗ സെന്ററിന്റെ ഫ്രണ്ടിൽ എൻട്രൻസിലേക്ക് അവർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു കാളവണ്ടിയിലാണ് ഞങ്ങൾ കയറിയത്. ഒരു 2 കൊല്ലം മുമ്പ് ഞങ്ങൾ ഇതിനു മുമ്പ് ഈശായോഗ സെന്ററിൽ എത്തിയിരുന്നു. അപ്പോൾ പക്ഷെ അന്ന് ഇതുപോലെ കാളവണ്ടിയിൽ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മെയിൻ എൻട്രൻസ് വഴിയായിരുന്നു അന്ന് കയറിയത്. ഇതുപോലെ ആദിയോഗി ശിലയുടെ എൻട്രൻസ് വഴിയല്ലായിരുന്നു കയറിയത്. പക്ഷെ അന്ന് ഒത്തിരി ദൂരം നടന്നാണ് ഞങ്ങൾ പിന്നെ ഫുൾ ചുറ്റി കണ്ടത്. കുട്ടികൾക്കൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുപോലെ കാളവണ്ടിയിൽ യാത്ര ചെയ്യാന്നുള്ളത് തന്നെ. അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നമുക്കത് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അവിടുത്തെ ഒരു ശാന്തത ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അതുപോലെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണത്. ആ പോകുന്ന വഴിക്ക് തന്നെ അവരുടെ പ്ലാന്റ് നഴ്സറി നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട്. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ്. ഞങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ലായിരുന്നു. കാളവണ്ടിയിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ എൻട്രൻസിലായിട്ട് നമ്മൾ ഇറങ്ങണം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ, കൗണ്ടറിൽ നമ്മൾ മൊബൈൽ ഫോണും അതുപോലെ ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഏൽപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളിലേക്ക് അത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു. ഇതാണ് മെയിൻ എൻട്രൻസ്. അതിന് സർപ്പവാസൽ എന്നാണ് പറയുന്നത്. അതായത് സ്നേക്ക് ഗേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഉള്ളിൽ ക്യാമറയോ മൊബൈൽ ഫോണോ ഒന്നും അലൗഡ് അല്ല. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഞാൻ എല്ലാത്തിനെയും കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത്. മെയിൻ എൻട്രൻസിൽ നിന്ന് നടന്ന് കുറച്ച് ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ തീർത്ഥകുണ്ടാണ് ആദ്യമായിട്ടുള്ളത്. അത് 2 തരമുണ്ട്, സൂര്യകുണ്ടും അതുപോലെ തന്നെ ചന്ദ്രകുണ്ടും. ചന്ദ്രകുണ്ട് മെയിനായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതെന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ചന്ദ്രകുണ്ടിൽ നമുക്ക് മുങ്ങിയിട്ട് ആ ഒരു എനർജി ഫുള്ള് നമുക്ക് ആവാഹിക്കാനുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിനെ ശുദ്ധമാക്കാന്നുള്ളതിനേക്കാൾ ഉപരി മനസ്സിൻ്റെ ഒരു ശുദ്ധീകരണത്തിനും കൂടി വേണ്ടിയിട്ടാണ് അതിൽ മുങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ചന്ദ്രകുണ്ടിലും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സൂര്യകുണ്ടിലും മുങ്ങാവുന്നതാണ്. അതിൻ്റെ നടുക്കായിട്ട് 660 കിലോയോളം ഭാരമുള്ള ഒരു ശിവലിംഗം ഉണ്ട്. അതിന് രാസലിംഗം എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ഈ തീർത്ഥകുണ്ടിൽ മുങ്ങുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുങ്ങി കുളിച്ച് ഉള്ളിൽ കയറി മുഴുവൻ ഭാഗങ്ങളിലേക്കും പോവാവുന്നതാണ്.
പിന്നെ ഞങ്ങൾ ഇപ്പോൾ പോയത് കോവിഡ് ടൈമിലായതുകൊണ്ട് തന്നെ അവിടേക്ക് എൻട്രി ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ മെഡിറ്റേഷൻ ചെയ്യുന്നതും അതുപോലെ യോഗ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ മെയിനായിട്ട് വലിയ ഹോളുണ്ട്. അവിടെ ഒരുപാട് വിദേശികളും സ്വദേശികളായിട്ടുള്ള ഒരുപാട് ആളുകൾ യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് മൊത്തത്തിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് ലിംഗഭൈരവി ടെമ്പിളാണ് അതിൻ്റെ ഉള്ളിൽ. അത് ദേവിയുടെ ഒരു പ്രതീകം എന്നുള്ള രീതിയിലാണ് അവിടെ ലിംഗഭൈരവി എന്ന് പറഞ്ഞിട്ട് പൂജ ചെയ്യുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ പൂജ നടക്കുകയായിരുന്നു ഉള്ളിൽ. ഒരു ദീപാരാധന പോലെ എന്തോ ഒരു പൂജയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ പുറത്ത് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അതേ സമയത്ത് തന്നെ. പിന്നീട് വരുന്നതാണ് ധ്യാനലിംഗ. ഒരു എനർജി സെൻറ്റർ എന്നുള്ള രീതിയിൽ 33 ഫീറ്റ് ഹൈറ്റിലുള്ള ഒരു ശിവലിംഗം അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് ചുറ്റിനും ആളുകൾക്ക് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. എത്ര സമയം വേണമെങ്കിലും നമുക്ക് അവിടെ അതിൻ്റെ ചുറ്റിനും ഇരിക്കാവുന്നതാണ്. ഞങ്ങളൊരു 5 മിനിറ്റ് ഒക്കെ ഇരുന്നിട്ട് എണീക്കുകയാണ് ചെയ്തത്. അധികം നേരം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തില്ലായിരുന്നു. മെഡിറ്റേഷന് വേണ്ടി പ്രത്യേകമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും എപ്പോഴും. ആദ്യമൊക്കെ പോകുന്ന സമയത്ത് അവർ പാദസരം പോലെ നമ്മുടെ ശരീരത്തിലും എന്തെങ്കിലും കിലുങ്ങുന്ന രീതിയിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ആദ്യം തന്നെ പുറത്ത് ഊരി വെക്കാൻ പറയുമായിരുന്നു. ഈ തവണ ചെന്നപ്പോൾ അവരങ്ങനെ ചോദിച്ചില്ലായിരുന്നു. അത്ര സൈലൻസിന് അതിൻ്റെ ഉള്ളിൽ പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി തിരിച്ച് നമ്മുടെ ആദിയോഗി ശിലയുടെ അവിടേക്ക് പോകാൻ തിരിച്ചും അതുപോലെ തന്നെ കാളവണ്ടിയിൽ നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് 10 രൂപയോ എന്തോ ആണ് ടിക്കറ്റിനുള്ളത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങളിതേ ഞങ്ങളുടെ വണ്ടിയിൽ കയറാൻ പോവാണ്. ഈശായോഗ സ്ഥിതി ചെയ്യുന്ന മലനിരകൾ വെള്ളയങ്കിരി മലനിരകളാണ്. അതുപോലെ ഇതിൻ്റെ ആശ്രമത്തിലായിട്ട് ഒരുപാട് അന്തേവാസികൾ, ഫോറിനേഴ്സായിട്ടും ഇവിടെ സ്വദേശികളായിട്ടും ഒരുപാട് ആളുകൾ ഇവിടെ അന്തേവാസികളായിട്ട് ഈ ആശ്രമത്തിലുണ്ട്. അവരിവിടെ യോഗ ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് വന്ന് നിന്ന് അവിടെ ആസ്വദിക്കുകയാണ് അവർ ശരിക്കും. തീർച്ചയായിട്ടും ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മനസ്സിന് ഒരു പ്രത്യേക ഒരു സുഖമായിരിക്കും നമ്മളിവിടെ വന്ന് പോയി കഴിയുമ്പോഴത്തേക്കും. ഞങ്ങൾ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. ഈശായോഗ പോകുമ്പോൾ അധികം വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് പോയിരിക്കും ഏറ്റവും നല്ലത്. ഞങ്ങൾ പോയത് നല്ല പെർഫെക്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. നിങ്ങൾ ഇതുവരെ ഈശായോഗ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ട്രാവൽ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കപ്പോൾ ഇനിയും കാണാം.